ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ ഇവിടെ എങ്ങനെയുണ്ട് മഴയൊക്കെ? ഇവിടെ ഞങ്ങൾക്ക് ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം രാവിലെ തന്നെ എൻ്റെ സ്കൂളിൽ വിടാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം 2 ദിവസം കൊണ്ട് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് രാവിലെ തന്നെ ഒരു ചെറിയ മടിയുണ്ടായിരുന്നു. അപ്പം ഉച്ചയ്ക്കും രാവിലത്തെ തന്നെ കൊടുത്തു വിടാവുന്നതുകൊണ്ടാണ്. രാവിലെ പകുതി പണിയോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ചായ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇഡ്ഡലിയും ചമ്മന്തിയുമാണ്. അപ്പം മുട്ടയാണെങ്കിൽ മസാലയ്ക്കകത്ത് എടുക്കാൻ വേണ്ടിയാണ്, എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് എല്ലാം കൂടെ എടുക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പം 2 പേരും എണീറ്റിട്ടില്ല. സമയം ഇപ്പം 5:45 കഴിഞ്ഞതേ ഉള്ളൂ. 7 മണിയാകുമ്പോഴത്തേന് ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ. അപ്പം നമ്മൾ എന്താണ് നല്ല മഴ ചെറിയൊരു, അപ്പം ജനൽ തുറന്നിട്ടേക്കുവാണ്, തണുപ്പ് വേണമെന്ന് പറഞ്ഞ്. നമ്മൾ പിന്നെ അക്കുവിനെ വിളിച്ച് 1-2 വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കു കുഴപ്പമില്ലാതെ കൊണന്നോളും. നമുക്ക് ശുക്കുനെ വിളിക്കാനാണ് ഭയങ്കര പാട്. നമ്മൾ എത്ര വിളിച്ചാലും അത് കല്ലല്ലെങ്കിയാലും കേളനടങ്ങത്തില്ല. അതങ്ങനെ ഒരു പ്രത്യേക ഒരു ടൈപ്പാണ്. അപ്പം തന്നെ നമ്മുടെ സമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് 2 പേരും എണീറ്റ് വന്നിട്ടുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ് കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പം കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം. അക്കു ഇപ്പോൾ സൈക്കിളിൽ പോകുന്നതുകൊണ്ട് അക്കുവിനെ കൊണ്ടുവിടണ്ട, അപ്പം ശുക്കുവിനെ കൊണ്ടുവിടണം. അപ്പം 2 പേർക്കും പിന്നെ ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദോശയും റെഡിയായിരുന്നു. രാവിലെ കഴിച്ചുകൊണ്ട് പോകാൻ ദോശ മതിയെന്ന് പറഞ്ഞു. പുള്ളി കൊണ്ടുപോകാൻ ഇഡലി മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എളുപ്പം ദോശ റെഡിയാക്കി. അതിന് ശേഷം മുട്ടയും മസാലയാക്കി. എന്നിട്ട് 2 പേരും റെഡിയായി വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. അക്കുവിന് 7:30ക്കാണ് ട്യൂഷൻ തുടങ്ങുന്നത്. എന്നാലും കൂട്ടുകാരെല്ലാം കൂടെ പല ടൈമായിട്ടാണ് പിന്നെ വിളിക്കാൻ ഇവിടെ വരും. അവിടുന്ന് പിന്നെ പോകുന്നിടത്ത് കുറേ കൂട്ടുകാരുണ്ട്, എല്ലാവരുമായിട്ട് സെറ്റായിട്ടാണ് പോകുന്നത്. മഴയുടെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇവരെല്ലാം കൂടെ പോകുമ്പോൾ കുടയൊക്കെ കൊടുത്തു വിട്ടാലും നൂർത്ത് പിടിക്കുകയൊന്നുമില്ല, നനഞ്ഞങ്ങ് പോകും. ചെറിയൊരു ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയായി തീരുമെന്നറിയില്ല. സേതു വന്നോ? അപ്പം ഞാൻ ശുക്കുനെയും കൊണ്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ അക്കുവും കൂട്ടുകാരെല്ലാം കൂടെ പോവുകയാണ്. സൈക്കിളൊക്കെ പെതുക്കെ ചവിട്ടിയാണ് ഇപ്പം പോകുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയില്ല ഇവരെങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. 2 പേര് വന്നിട്ടില്ല. ഇവർ 5 പേരാണ് ഒന്നിച്ച് പോകുന്നത്. ഇത് 2 പേര് വന്നിട്ടില്ല. തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, തൂത്തുവാരും എല്ലാം കഴിഞ്ഞു. പക്ഷേങ്കിൽ നല്ല മഴയാണ്. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല സൂപ്പർ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിൽ കൂടെ കാണത്തില്ല. പക്ഷേങ്കിൽ നല്ല മഴയുണ്ട്. നല്ല മഴ അങ്ങോട്ട് കഴിഞ്ഞ് തോന്നിക്കാണ്. അതുപോലെ അതിൻ്റെ കൂടെ ഇടിയുണ്ട്. ഇടി ചെറുതായിട്ട് വെട്ടുന്നുണ്ട്. കറണ്ട് മൊത്തം ഇപ്പം നല്ല മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പം ചെറുതായിട്ടൊന്ന് വെയിലുറച്ചിട്ടുണ്ട്. നമ്മുടെ ചൂട് വേഗം തന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാവുന്നതാണ്. നമ്മുടെ ഇക്ക മീനുമായിട്ടൊക്കെ വരുമ്പോൾ ഒരു 12 മണിയാകും. അപ്പോഴത്തേക്കിന് മീൻ വല്ലതും കിട്ടുവാണെങ്കിൽ മീൻ വേവിക്കുകയും വറുക്കുകയും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോഴത്തേക്കിന് ഇത് നമ്മളിനി വേവിച്ച റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. ചെറുതായിട്ട് വെയിലുറച്ചിട്ടുണ്ട്. മഴ തോരുക, വെയിലുറയ്ക്കുക, മഴ തോരുക, വെയിലുറയ്ക്കുക, ഇത് തന്നെ രാവിലെ തൊട്ട് പരിപാടി. അപ്പം നമ്മുടെ ഇക്ക ഇതുവരെ വന്നിട്ടില്ല. മഴ തോർന്നിട്ട് മാന്നാത്ത് വല്ലതും പോയി മീൻ മേടിക്കാവുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളതേണ്ട കിളിമീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ശുക്കുനെ ഇന്ന് നേരത്തെ കോളേജ് വിട്ടു. അപ്പം നേരത്തെ അവൻ വന്നു. അവൻ പിന്നെ ചോറും പിന്നെ മീൻ അവൻ പറഞ്ഞു വറുത്താൽ മതിയെന്ന് പറഞ്ഞു, വേവിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അന്നേരം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി മീൻ വറുത്തത് മാത്രമല്ല. അന്നേരമാണ് അടമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, ഉണങ്ങിയ മാങ്ങ. അന്നേരം ഞാനതെടുത്ത് എളുപ്പം വെള്ളത്തിലിട്ട് അതും കൂടെ കറി വെച്ചു. ഇത് നമ്മുടെ മാങ്ങ ഉണക്കിയെടുത്തതാണ്, അടമാങ്ങ. അപ്പോൾ ഞാനൊരു മീനങ്ങ് വറുത്തിട്ട് ഇത് നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് ചെറു ചൂടുവെള്ളത്തിലൊന്നിട്ട് കൊടുക്കാം. ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഒത്തിരി ഞാൻ കഴുകിടാവുന്ന വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് ഇനി ചെറു ചൂടുവെള്ളത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നമുക്കിതിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കാം. അപ്പോഴത്തേക്കിന് ഇതൊന്ന് കുതിർന്ന് വരും.
മീൻ മേടിക്കാൻ പോയപ്പോൾ ഞാൻ മുളകും മല്ലിയും കൂടെ പൊടിക്കാനായിട്ട് കൊണ്ടുപോയായിരുന്നു. അത് ഇപ്പം കൊണ്ടുവന്ന് നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ വെയിലുണ്ടായിരുന്നപ്പോൾ ഉണക്കി വെച്ചതാണ്. അപ്പം മഴ തുടങ്ങിക്കഴിഞ്ഞ് ഇനി അത് വെച്ചുകൊണ്ടിരുന്ന ഒന്നുകൂടെ തണുപ്പടിക്കുകയുള്ളതുകൊണ്ട് ഞാനത് കൈയോട് കൊണ്ടുപോയി പൊടിച്ച് ടിന്നിനെല്ലാം ആക്കി വെച്ച് നിറച്ച് ഇനിയിപ്പം മഴ കഴിയുന്നിടം വരെ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഉണക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചക്ക കിട്ടിയായിരുന്നു. അത് പിന്നെ ഞാൻ അരിഞ്ഞ് പുട്ടുപൊടിയും കൂടി ഇതിട്ട് നമ്മുടെ 4 മണിക്കത്തെ ചായക്കുള്ളത് ഇതായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളെ തുടർന്നുള്ള വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.